ഹായ് ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു, ഡ്രാഫ്റ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട അഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ സെക്ഷൻ 2A അഗ്രിമെൻ്റ് എന്നാണെന്ന് പറയുന്നത്. എവറി പ്രോമിസ് ആൻഡ് സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് എ കൺസിഡറേഷൻ ഈസ് അഗ്രിമെൻറ്റ്. അപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ പാർട്ടീസ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് അഗ്രിമെൻ്റ് എന്ന് മനസ്സിലാവും. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ബിയിനോട് പറയാണ്, ഞാൻ എൻ്റെ ബുക്ക് നിനക്ക് 500 രൂപയ്ക്ക് വിൽക്കാം. ഓക്കെ, അപ്പോൾ ബി സമ്മതിക്കുകയാണ്, ശരി ഞാൻ ആ ബുക്ക് വാങ്ങാം, ബുക്ക് ഡെലിവറി ചെയ്താൽ പൈസ പേ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? ഒരു അഗ്രിമെൻ്റ് എന്ന് പറയും. അപ്പോൾ അഗ്രിമെൻ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ആണെങ്കിൽ അതിനെ എന്ത് പറയും? കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റും അഗ്രിമെൻ്റ് ആണോ? അല്ല. അത് എല്ലാ ലീഗൽ എസെൻഷ്യൽസും ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ഒരു കോൺട്രാക്റ്റായി മാറുക. അപ്പോൾ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എ പ്രോമിസ് ആണ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആവാതിരിക്കാം. ഓക്കെ, കോൺട്രാക്റ്റിലെ എല്ലാ പറയുന്ന എസെൻഷ്യൽ എലിമെൻറ്റ്സും ഫുൾഫിൽ ചെയ്തിരിക്കണം. ഓക്കെ, അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ബ്രോഡർ കോൺസെപ്റ്റാണ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു നാരോ കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സിബിൾ എന്ന് വെച്ചാൽ ഒരു അഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ആവുമ്പോഴാണ് കോൺട്രാക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യണം പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഓഫർ എന്ന് പറയുന്നത്. ഓഫർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, രവി പറയാണ്, ഞാൻ എൻ്റെ എക്കണോമിക് ടെക്സ്റ്റ് ബുക്ക് 500 രൂപയ്ക്ക് നിനക്ക് തരാം. അപ്പോൾ അതെന്താ? ഒരു ഓഫറാണ്. അപ്പോൾ പ്രിയ പറയാണ്, ശരി ഞാൻ 500 രൂപയ്ക്ക് വാങ്ങാം. അപ്പോൾ ഇതെന്താ? അക്സെപ്റ്റൻസ് ആണ്. അടുത്ത എസെൻഷ്യൽ എലിമെൻ്റാണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, രവിൻ്റെ കൺസിഡറേഷൻ 500 രൂപ, പ്രിയ തരുന്ന 500 രൂപയാണെങ്കിൽ പ്രിയയുടെ കൺസിഡറേഷൻ ആ ടെക്സ്റ്റ് ബുക്കാണ്. നെക്സ്റ്റ് ആണ് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആദ്യത്തെ കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ ഏജ് ഓഫ് മെജോറിറ്റി. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ മെൻ്റലി സ്റ്റേബിൾ ആയ ഒരു വ്യക്തിക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹിസ് സബ്ജക്റ്റ് ടു. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ലോയുമായിട്ട് സബ്ജക്റ്റഡ് ആണെങ്കിൽ ആ ലോ ഒരിക്കലും ഈ വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ആക്കരുത്. എന്തിൽ നിന്നും? കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും. ഓക്കെ, അവസാനത്തെ എസെൻഷ്യൽ എലിമെൻ്റാണ് ലീഗാലിറ്റി. എന്താണെന്ന് വെച്ചാൽ ദ പർപ്പസ് ഓഫ് ദ അഗ്രിമെൻറ്റ് ഈസ് ലോഫുൾ. എന്ന് വെച്ചാൽ എപ്പോഴും അഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് ലോഫുൾ ആയിരിക്കണം. ഇതാണ് മെയിനായിട്ടുള്ള എസെൻഷ്യൽ എലിമെൻറ്റ് വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഗ്രിമെൻറ്റ്, എന്താണ് കോൺട്രാക്റ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.